ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഡെയിലി ലൈഫാണ് കേട്ടോ. രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം കേട്ടോ. ഇന്ന് കുട്ടികൾക്കുള്ള എക്സാമുള്ള ദിവസമാണ് കേട്ടോ. അങ്ങനെ രാത്രി കിടക്കുമ്പം ഉമ്മ രാവിലെ 4 മണിക്ക് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് കിടന്നാടാണ് കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് അവരെ വിളിച്ചിട്ടാ. 4 മണിയായി വിളിച്ചിട്ട് എണീച്ചില്ല. പിന്നെ 4:15 വിളിച്ച്, പിന്നെ 4:45 വിളിച്ച്, 5 മണിയാകുമ്പോൾ എണീച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പല്ലേ. തണുപ്പായതുകൊണ്ട് തന്നെ എണീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ 6 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണിലേക്ക് പോയി റിയൂനെ മദ്രസയിലേക്ക് അയക്കണം കേട്ടോ. അങ്ങനെ നേരെ കിച്ചണിലേക്ക് പോയി കേട്ടോ. കിച്ചണിലേക്ക് പോയിട്ട് മക്കള് ചായ ഉണ്ടാക്കലാന്ന്. അപ്പോൾ ചായ വെച്ചതിന് ശേഷം പിന്നെ ചോറ് വെച്ചു കേട്ടോ. പിന്നെ അതേ ടൈമിൽ തന്നെ ചോറ് വെച്ചാൽ ചോറ് ഭയങ്കര വേവുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെക്കലാന്ന്. ഇത്ര രാവിലെ വെച്ചിട്ടും ചോറ് വെന്തിട്ടേ ഉണ്ടായിട്ടോ. ഞാൻ കുറേ സമയം ഗ്യാസിൽ വെച്ചിട്ടാണ് തിളപ്പിച്ചത്. എൻ്റെ വേവുന്നേ ഉണ്ടായിട്ടോ. എൻ്റെ പയ്യെ പച്ചരി വെച്ചതാണ് ചോറ്. അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് ഫ്ലാസ്കിൽ കൂട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പുറം ടേബിളിൽ കൊണ്ടുവെക്കണം. അങ്ങനെ ചോറിന് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര വേവുള്ള അരി ഞാൻ ഇതുവരെ കണ്ടിട്ടാന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര വേവാന്ന് കേട്ടോ ആയിരിക്കും. അങ്ങനെ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ കുക്കറിൽ കറി വെക്കുന്ന കുക്കറിൽ അതിൽ വെച്ചിട്ടാ. അപ്പോൾ കുറച്ച് വേവുന്നുണ്ട്. അതിൽ കുറച്ച് സമയം വേവിച്ചിട്ട് പിന്നെ റൈസ് കുക്കറിലൊക്കെ വെച്ചിട്ടാകുമ്പോൾ കുറച്ച് വേവുന്നുണ്ട് അതിന് കേട്ടോ. അങ്ങനെ വെച്ചത്. അങ്ങനെ ചായയും ബിസ്ക്കറ്റുള്ള ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് പാലിൻ്റെ ടിന്നാട്ടോ. പാല് കഴിഞ്ഞിട്ടുണ്ട്. റിയൂനെ മദ്രസയിൽ കൊണ്ടുവിട്ടിട്ട് വരുമ്പോൾ പാല് വാങ്ങിയിട്ട് വരലാന്ന് കേട്ടോ. അങ്ങനെ ബ്ലാങ്കറ്റെല്ലാം പിരിച്ചിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ തണുപ്പല്ലേ. ഒരാളിതാ മദ്രസ വെക്കുമ്പോൾ ഫർദയും മക്കനെല്ലാം ടേബിളിൽ വെച്ചിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു കേട്ടോ. എന്നിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഭയങ്കര മഞ്ഞും തണുപ്പെല്ലാം കേട്ടോ. നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഓളെ മദ്രസയിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. മൻസൂർദ വലൈക്കും സലാം. അങ്ങനെ അവർ മദ്രസയിലേക്ക് പോയി കേട്ടോ. അങ്ങനെ ഞാൻ നേരെ കിച്ചണിൽ വന്ന് ഇപ്പോൾ കുറച്ച് പൊടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണിൻ്റെ ബിൽസെല്ലാം തുറന്നു വിടുന്നുണ്ട്. അങ്ങനെ പിന്നെ പാല് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിന് പാല് പിന്നെ തിളപ്പിക്കാൻ വെക്കണം. അതിൻ്റെ പാത്രമെല്ലാം കഴുകി കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് ഇപ്പോൾ ചായക്കുള്ള പാലാണ് കേട്ടോ. പിന്നെ ഇത് തിളപ്പിച്ച് വെക്കാനുള്ളതാണ്. അത് പിന്നെ തിളപ്പിച്ച് വെച്ചെങ്കിൽ ഞാൻ അനക്കലില്ല കേട്ടോ. വയ്യ പാടെടുക്കുന്ന ആക്കാനുള്ള പാടെടുത്തതിന് ശേഷം അനക്കോട്ടെ. അപ്പോൾ ഇപ്പോഴത്തേക്കുള്ള പാല് ഈ ചെറിയൊരു പാത്രത്തിൽ വെച്ച് വെക്കലാണ്. അങ്ങനെ പാലിലട തിളക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ തുണിയെല്ലാം അലക്കാനുണ്ടായി കേട്ടോ. അതെല്ലാം വാഷിംഗ് മെഷീനിൽ കൊണ്ടിടലാന്ന്. നമ്മളെ കിച്ചണത്തെ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് തുണിയെല്ലാം അലക്കി കഴിയും കേട്ടോ. ഇല്ലെങ്കിൽ അപ്പുറമെല്ലാം പോയിട്ട് നമുക്ക് മറന്നു പോകും കേട്ടോ. പിന്നെ അങ്ങനെ ഉണ്ടാവും. ഇവിടെ നമ്മൾ കിച്ചണിൽ പണിയെല്ലാം എടുക്കുമ്പോൾ ജസ്റ്റ് വന്നിട്ട് തിരിച്ചെടുക്കുക, വെള്ളം വിടുക, അങ്ങനെ ആക്കുമ്പോൾ തുണിയെല്ലാം അലക്കി കഴിയും കേട്ടോ. അപ്പം രാവിലെ കിച്ചണിലുള്ള സമയത്ത് തുണി അലക്കാനിട്ട് കൊടുക്കലാന്ന്. അതിനായിട്ട് വേറെ സമയമൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ കിച്ചണിലുള്ള സമയത്തിന് തിരിച്ചിട്ട് ഇളക്കിക്കൊണ്ടത് നിന്നോളൂ കേട്ടോ. ഓട്ടോമാറ്റിക്കൊക്കെ പിന്നെ പറയാൻ വേണ്ട, ഇട്ട് കൊടുത്തെങ്കിൽ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞില്ലേ. അങ്ങനെയാണ്. അങ്ങനത്തെ നേരെ ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ദോശയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. രാത്രി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഉരുളക്കിഴങ്ങും പരിപ്പ് ഇട്ടിട്ട് സാമ്പാർ പ്ലേറ്റിട്ട് ഒരു കറി ഉണ്ടാക്കി എടുക്കലാന്ന്. അങ്ങനെ പരിപ്പെല്ലാം കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്.
വേസ്റ്റ് ഉണ്ടായി കേട്ടോ, കുറച്ച് വേസ്റ്റ് ഉണ്ടായി, അതിങ്ങനെ പുറത്ത് കൊണ്ട് ഇടലാണ്. വേസ്റ്റ് ആക്കി ഇങ്ങനെ പാത്രത്തിൽ കുറച്ച് സമയം കൊണ്ടിച്ചാൽ കേട്ടോ. ഇങ്ങനെ വേസ്റ്റിൽ കുറേ സമയം ഇങ്ങനെ കൂട്ടി വെക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഇങ്ങനെ അപ്പന്നെ മറക്കും കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ പാലിൻ്റെ പാട്ടെല്ലാം ഇട്ട് അതെല്ലാം കഴുകി വെക്കുന്നുണ്ട്. പാത്രമുണ്ട് അതിനത് അപ്പന്നെ കുറച്ചാകുമ്പോൾ കഴുകി വെക്കലാന്ന്. അങ്ങനെ പരിപ്പ് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, വെള്ളം കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ദോശ ചൂടണ്ട, കുട്ടികൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ദോശ വേണ്ടാന്ന് പറഞ്ഞിട്ട് രാത്രിയത്തെ പൊറോട്ടയും ചിക്കൻ ചില്ലിയെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം സ്കൂളിലേക്ക് ഇന്ന് കൊണ്ടുപോകാനും ആവശ്യമില്ല. ഒരാൾക്ക് ഉച്ച വരെയുള്ളൂ ക്ലാസ്, ഒരാൾക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. അപ്പം നൂറാൾക്ക് മാത്രം ഒരു ദോശ ഇങ്ങനെ ടിഫിനിലിട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്കത് തിന്നുന്ന സമയമാകുമ്പോൾ കിട്ടാൻ മതി കേട്ടോ. പിള്ളേർക്കെല്ലാം പൊറോട്ടയും ചിക്കൻ ചില്ലിയും ഉണ്ട് കേട്ടോ രാത്രിയത്തെ. അങ്ങനെ ഇതാ പിന്നെ പരിപ്പിലേക്കുള്ള ഉരുളക്കിഴങ്ങെല്ലാം തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും തക്കാളിയെല്ലാം ഇട്ടിട്ട് സാമ്പാർ പൊടിയിലിട്ടിട്ട് ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് മൺസൂർച്ച വന്നിട്ടുണ്ട് കേട്ടോ. മൺസൂർച്ചാക്കുള്ള ചായ വെച്ചതാണ്. അങ്ങനെ ഇത് ചായയിൽ അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുക്കർ എടുത്ത് വെച്ചു. അങ്ങനെ ഇതാ ഞാൻ അനുസരിച്ചൊക്കെ ചായ കൊടുത്തുവിട്ടു. അതിന് ശേഷം വാഷിംഗ് മെഷീനിലെ തുണി പിന്നെ വെള്ളമൊക്കെ പുറത്താക്കാനുണ്ടായിട്ട് അതൊക്കെ പുറത്താക്കി കൊടുത്തു. അതിന് ശേഷം പിന്നെ നൂറാനും റാസിനും എണിപ്പിക്കലാണ് കേട്ടോ. ഏറ്റവും വലിയ ടാസ്ക് നൂറാനെ വിളിക്കണം, എണിപ്പിക്കണം, കുളിപ്പിക്കണം, പിന്നെ നമുക്ക് ഫുഡ് കൊടുക്കണം. ഭയങ്കര മടിയായിട്ടാണ് ഫുഡ് കൊടുക്കാൻ, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അങ്ങനെ ഇതാ അവളെ എണിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മനസ്സൂർച്ച ചായ കുടിച്ചിട്ട് പോയിട്ട് അങ്ങനെ വാതിലടിക്കലാണ്. അങ്ങനെ നൂറാക്കും റാസിക്കും ബ്രഷാക്കാൻ വേണ്ടിയിട്ട് ബ്രഷൊക്കെ കൊടുത്തു കേട്ടോ. അതിനുശേഷം അന്നേരം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് പിന്നെ കറിയെല്ലാം റെഡിയാക്കി എടുക്കലാണ്. ചിരിച്ചുകൊണ്ട് രണ്ടാൾ വാങ്ങുന്നുണ്ട് കേട്ടോ. അതിന് കുറച്ച് കഴിയുമ്പോൾ കരച്ചിലായിരിക്കും. അങ്ങനെയാണ് കേട്ടോ. രണ്ടാൾ ഭയങ്കര തല്ലും മുടിയാണ്. ഒന്നിച്ച് തന്നെ കുളിക്കുമ്പോൾ ഒന്നിച്ചിട്ട് തന്നെ ബ്രഷാക്കും. അങ്ങനെ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി കറിക്ക് കടുവും വറ്റൽമുളക്, വെളുത്തുള്ളി, കറിവേപ്പില അതെല്ലാം ഒന്ന് താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ. അങ്ങനെ ഇതാ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ റിയു മദ്രസയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആലാന്ന്. അങ്ങനെ നൂറാക്കും റാസിക്കും ചായ കൊടുത്തു കേട്ടോ. സ്കൂളിലെ ടൈമിൽ ഞാൻ രാവിലെ ബിസ്ക്കറ്റും ചായയും കൊടുക്കല്ല കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ എണിച്ചതുകൊണ്ട് ബിസ്ക്കറ്റും ചായയും ചോദിച്ച് അങ്ങനെ കൊടുത്തു കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെ ഞാൻ വേഗം ടിഫിനിലേക്ക് ഒരു ദോശ ഇട്ട് കൊടുത്തു. ഇനിയും ഓളെ ഫുഡ് കഴിപ്പിക്കലാന്ന് കേട്ടോ ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ ഒരാൾക്കും റിയാക്കും സ്കൂളിലല്ലോ, ഒരാൾക്ക് ഉച്ചക്കാണ്, ഒരാൾക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. അവർക്ക് ഇപ്പോൾ ടിഫിൻ ആവശ്യമില്ല. നൂറാക്ക് ടിഫിനിലേക്കുള്ളത് മാത്രം ഇട്ടോ ചുട്ടിട്ട് ബാക്കി പിന്നെ ഏറാവും റിയാവും പിന്നെ നൂറാവും പൊറോട്ട രാത്രിയത്തെ പൊറോട്ട കേട്ടോ. അത് കഴിച്ച് ഇങ്ങനെ നൂറാക്ക് വെള്ളം എടുത്തു വെക്കലാന്ന് കേട്ടോ. അങ്ങനെ റിയും ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്.
സ്കൂളിൽ പോകുന്ന ടൈം അവളെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് വീഡിയോ എടുക്കുമ്പോൾ മൂഡ് പൊത്തുന്നതാണ് കേട്ടോ. അങ്ങനെ എല്ലാം നൂറാനെ യൂണിഫോമിലോട്ട് റെഡിയാക്കി. അങ്ങനെ ഞാൻ നേരെ ബെഡെല്ലാം പിരിച്ച് വെച്ചിട്ട് ഉള്ളിലെല്ലാം അടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഇതാ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുട്ടികളുടെ സ്കൂളിൽ പോയിട്ടാ. അതിനുശേഷം ഞാൻ വേഗം വന്നിട്ട് വാഷ് മെഷീനിൽ തുണിയെല്ലാം ഉണക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം വെയിലത്ത് കൊണ്ടിടലാന്ന് കേട്ടോ. അങ്ങനെ ഇത് തുണിയെല്ലാം വെയിലത്തിടാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ റാജി അവിടെ പുറത്ത് അവിടെ ഉള്ളിലൊടിയോ കളിക്കുന്നുണ്ടായിട്ടാ. ഞാൻ പുറത്ത് കഴിയുമ്പോൾ അവന് പാഞ്ഞോട് വന്നിട്ടാ. അവൻ എൻ്റെ ബാക്ക് തന്നെ ഉണ്ടാവും. പുറത്ത് പോകുമ്പോൾ പിന്നെ പറയാൻ വേണ്ടിട്ടാ. എന്ത് മൈൻഡിൽ കളിക്കുന്നുണ്ടെങ്കിൽ ഓന് ഞാൻ പുറത്ത് പോകുമ്പോൾ എൻ്റെ ഒക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. അതിപ്പോൾ ഉള്ളിൽ കയറ്റുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും. അങ്ങനെ ഞാൻ പുറത്ത് തുണിയെല്ലാം ആർത്തിട്ട് ആ ടൈമിൽ തന്നെ ഞാൻ മുറ്റമെല്ലാം അടിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളിൽ കയറ്റുമ്പോൾ ഒന്ന് കരിയും വാശി പിടിച്ചിട്ട്. അപ്പോൾ പുറത്ത് ചെയ്യുന്ന സമയത്ത് തന്നെ മുറ്റമെല്ലാം അടിക്കും കേട്ടോ. ഈ സൈഡ് മുറ്റം നേരത്തെ അടിച്ചിന്, പിന്നെ തുണിക്കൊന്നും പാറണ്ടാന്നിട്ട് ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ അടിക്കുന്നതാണ് കേട്ടോ. എന്താ ഓൻ എൻ്റെ ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. ബോഡി ഗാർഡായിട്ട് എപ്പോഴും എൻ്റെ ഒക്കെ തന്നെ ഞാൻ നടക്കും. പുറത്ത് ഞാൻ നിർണ്ണയിക്കില്ല കേട്ടോ. അങ്ങനെയാണ്. അങ്ങനത്തെ ഈ സൈഡ് മുറ്റെല്ലാം അടിക്കുന്നുണ്ട്. പിന്നെ ഇനി ഇപ്പുറത്തെ സൈഡ് പോകുന്ന വയ്യെല്ലാം ജസ്റ്റ് ഒന്ന് അടിക്കുന്നതാണ് കേട്ടോ. ഈ സൈഡിലും ഞാൻ അടിച്ചിന്, പക്ഷെ ജസ്റ്റ് ഒന്ന് അടിക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം കിച്ചൻ്റെ ഭാഗത്തുള്ള മുറ്റടിക്കലാണ് കേട്ടോ. എപ്പോഴും അടിക്കുന്നുണ്ട് അങ്ങനെ കാട്ടില്ല കേട്ടോ. ഒരു ദിവസം അടിച്ചില്ല അങ്ങ് പിറ്റേന്നൊക്കെ നല്ലോണം കാട്ടാവുന്നു. ഞാൻ അപ്പുറത്തെ പോയിട്ട് ഇപ്പുറമേക്കൊക്കെ കുഞ്ഞിനെ കാണില്ല കേട്ടോ. അങ്ങനെ ഞാൻ നേരെ പോയിട്ട് പുറത്ത് നോക്കിയിട്ടാ. അപ്പോൾ അവനെ വളർത്തിയിട്ടുണ്ടായിരുന്നു. ഓനെ പുറത്ത് വിടില്ല കേട്ടോ. അതുകൊണ്ട് പുറത്ത് വിട്ടാൽ പിന്നെ എനിക്ക് പറയേ വേണ്ട, ഒക്കെ സ്വർഗ്ഗം തന്നെ കേട്ടോ. അങ്ങനെ ഉള്ളിലാക്കിയത് വാശി പിടിച്ചിട്ട് അരിയുന്നുണ്ട്. അങ്ങനെ ഉള്ളെല്ലാം അടിച്ച് വരാൻ വേണ്ടി കിഞ്ഞിട്ടോ. പക്ഷെ ഓന് കരിഞ്ഞിട്ട് വാശി പിടിച്ച് നിർത്താൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇതേ ഓനെ പോയിട്ട് കുളിപ്പിച്ച് റെഡിയാക്കി കേട്ടോ. പിന്നെ ഉറക്കിയിട്ട് തന്നെ അടിച്ച് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉള്ളെല്ലാം സീറ്റൗട്ട് മാത്രം അടിച്ചു കേട്ടോ. അടിച്ച് വാരി പിന്നെ ഉള്ളെല്ലാം ഓനെ കുളിപ്പിച്ചിട്ട് ഉറക്കിയതിന് ശേഷമാണ് കേട്ടോ ചായ കുടിച്ചതും പിന്നെ ഉള്ളെല്ലാം അടിച്ച് വാരി അതിൽ കേട്ടോ. അങ്ങനെ വേഗം സീറ്റൗട്ട് അടിച്ച് വാരി അങ്ങനെ ഇവിടെല്ലാം ജസ്റ്റ് ഒന്ന് പിന്നെ ശരിയാക്കി വെച്ചിട്ടാ. അതിന് ശേഷം ഞാൻ അവനെ കുളിപ്പിച്ച് റെഡിയാക്കി എന്നെ ഉറക്കിയിട്ടാണ് ബാക്കിയുള്ള കാര്യം കേട്ടോ. അല്ലാതെ തോർത്താനോ അടിക്കാനൊന്നും സമ്മതിക്കില്ല. അങ്ങനെ ഓനെ കുളിപ്പിച്ചിട്ടുള്ള ഉറക്കിയിട്ടാണ്. ഉറക്കിയതിന് ശേഷം ഞാൻ നേരെ കിച്ചണിൽ വന്നിട്ട് എനിക്കും ഞാറാക്കുള്ള ദോശ ചുട്ടെടുക്കലാണ്. ഞാൻ നേരത്തെ പൊറോട്ട കഴിച്ചിന് കേട്ടോ. പക്ഷേ ഞാൻ ദോശ ചുടുന്ന് പറയുമ്പോൾ ഒരു പൂതി പോലെ ദോശ തിന്നാൻ അങ്ങനെ നോക്കും. എനിക്കുള്ള ദോശ ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഏറെക്കുള്ള ദോശ ചുട്ടെടുത്തു കേട്ടോ. ഇനി എനിക്കുള്ള ദോശ ചുടലാണ്. അങ്ങനെ ഇത് ഏറെ കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് രണ്ടാക്കും കട്ടൻ ചായ വെച്ചിട്ടുണ്ട്.
പരിപ്പും ഉരുളക്കിഴങ്ങ് കറിയും പിന്നെ ദോശയും കട്ടൻ ചായയും നല്ല ഉണ്ടായിട്ട് കഴിക്കാനായിട്ട്. അങ്ങനെ ഞാൻ എന്തല്ലോ ഇങ്ങനെ എന്തോലോ പറഞ്ഞുകൊണ്ട് കഴിച്ചു. അങ്ങനെ നേരത്തെ പാല് തിളപ്പിച്ചിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കലാണ്. അതിനുശേഷം ഇപ്പോൾ കഴിച്ച പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം കഴുകി വെക്കലാണ്. ഏറെ പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഫുഡെല്ലാം കഴിച്ചിട്ട് പഠിക്കാൻ വേണ്ടി പോയി. അതിനിച്ച് വേസ്റ്റ് ഉണ്ടായിട്ട് അതെല്ലാം കൊണ്ട് ചാടാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോഴൊക്കെ ഇതാ മനസ്സുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും തക്കാളിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞിട്ടുണ്ടായിട്ട് കുറച്ച് ഇങ്ങനെ 1-2 തക്കാളിയും കുറച്ച് പച്ചമുളകും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പച്ചമുളക്, തക്കാളി, നീരുള്ളി എല്ലാം കൊണ്ടുവന്നതാണ്. വെളുത്തുള്ളി വെളുത്തുള്ളിയും കഴിയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിയിൽ ഇങ്ങനെ ഇട്ട് വെക്കലാണ് കേട്ടോ. എരി നിന്നുകൊണ്ട് ഇങ്ങനെ ഓപ്പണായിട്ട് വെക്കാൻ പറ്റുന്നില്ല. ഇതിലിട്ടിട്ട് ഇങ്ങനെ അടച്ചിട്ട് വെക്കലാണ് കേട്ടോ. ഉള്ളിയെല്ലാം എരി തിന്നിരുന്നത് കേട്ടോ. അതാണ് ഏറ്റവും കൂടുതൽ എരി തിന്നിട്ടാണ് ഉള്ളി തീർന്നത്. അങ്ങനെ ഇതിങ്ങനെ അടച്ചിട്ട് വെക്കലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതെപ്പോൾ ഇതൊന്നും അറിയില്ല, അങ്ങനെയാണ്. അതിൽ പിടിക്കുന്നതല്ല, അതിലിങ്ങനെ തള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുട്ടു പപ്പ കൊണ്ടുവരുമോ? പപ്പാവും അങ്ങനെ ഞാൻ ചോറ് നോക്കിയിട്ടാ. ചോറ് വെന്തിട്ടേ ഇല്ല. പിന്നെ അങ്ങനെ ഞാൻ ചോറ് ആദ്യം ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തീരെ വന്നിട്ട. അങ്ങനെ ഞാൻ പിന്നെ 6 സ്കൂളിലേക്ക് പോകുന്ന ടൈം ആയിട്ടുണ്ട് കേട്ടോ, പരീക്ഷയിൽ. അങ്ങനെ ഞാൻ പച്ചരി ചോറ് വെച്ചിട്ട് അവൾക്ക് വേണ്ടിയിട്ട് പച്ചരി ചോറ് വെച്ച് പിന്നെ ചോറ് ആദ്യം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനോട് നേരത്തെ പാല് ചൂടാക്കി വെച്ചിട്ട് അതിൻ്റെ പാടെല്ലാം എടുക്കലാണ്. അങ്ങനെ പാലെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പാലിൻ്റെ പാത്രത്തിലുണ്ട്, അതെല്ലാം കഴുകി വെച്ചു. ചോറിത ഒട്ടും വന്നിട്ടില്ല കേട്ടോ. കുറേ സമയം കുക്കറിലും വെച്ച് പിന്നെ വറുക്കാൻ നോക്കി, അപ്പോൾ ചോറ് വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ യാറാക്ക് പെയ്തുകൊണ്ടാട്ട് വേഗം പച്ചരി ചോറ് വെച്ചിട്ടാ. നമുക്ക് കുറച്ച് പച്ചരി ചോറ് വെച്ച് അവിടെ പോകേണ്ട ടൈമിൽ നമുക്ക് ബന്ധില്ലാകുമ്പോൾ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വേഗം പോയിട്ട് ഉരുളടിച്ച് വാരി
ചോറ് ഇതാ ഒട്ടും വന്നിട്ട് കേട്ടോ. ഇത് പച്ചരി ചോറ് വെച്ചിട്ടോ, സ്കൂളിലേക്ക് പോകേണ്ട ടൈം ആയിട്ടുണ്ട്, പരീക്ഷയല്ലേ. അങ്ങനെ ഇതാ ഉള്ളിലടിച്ച് വാരുന്നുണ്ട് കേട്ടോ. യാറയുടെ ക്ലാസ് നോക്കുന്നുണ്ട്. നിങ്ങൾ സൗണ്ട് കേൾക്കുന്നത് യാറ ക്ലാസ് നോക്കിയിട്ട് ക്ലാസ് നോക്കുന്നതാണ് കേട്ടോ. ടാബിൽ ക്ലാസ് നോക്കിയിട്ട് പഠിക്കുന്നതാണ്. അങ്ങനെ ഇതാ ഉള്ളെല്ലാം വേഗം ഉള്ളെല്ലാം അടിച്ച് വാരി. അങ്ങനെ ഉള്ളെല്ലാം അടിച്ച് വാരിയിട്ട് അതിന് ശേഷം തോർത്താന്ന് വിചാരിച്ച് യാറാക്ക് ക്ലാസ്സിന് പോകേണ്ട ടൈം ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ വേഗം പോയിട്ട് കിച്ചണിൽ പോയിട്ട് മുരിങ്ങ ചപ്പല ഉണ്ടായിട്ടാ, അത് വറവാക്കിയെടുത്ത് പിന്നെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കിയെടുത്തു. പിന്നെ രാവിലെ വെച്ച പരിപ്പും ഉരുളക്കിഴങ്ങ് വെച്ച കറിയുണ്ടല്ലോ, അങ്ങനെയൊക്കെ ആക്കി കേട്ടോ. അപ്പം പിന്നെ ഇതൊക്കെ ചോറ് തളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ, നല്ലോണം തളിച്ചിട്ടുണ്ട്. അങ്ങനെ കുക്കറിലേക്ക് ഇറക്കി വെച്ചു. അതിന് ശേഷം മുരിങ്ങച്ചപ്പിലെല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ. അങ്ങനെ മുരിങ്ങച്ചപ്പില കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും പിന്നെ വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കടുകും എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട ശേഷം വെളുത്തുള്ളി ഇട്ട് അതിന് ശേഷം മുരിങ്ങച്ചപ്പില ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാറാണ് കേട്ടോ. ഞാൻ മുരിങ്ങച്ചപ്പില കറി അങ്ങനെയാണ് വെക്കൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത്, ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. വേറെ ഒന്നുമില്ല കേട്ടോ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടി തേങ്ങ വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് മുരിങ്ങച്ചപ്പില മാത്രം ഇട്ടാൽ. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുത്തും വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 പ്രാവശ്യം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ് കേട്ടോ. പിന്നെ മൈസൂർ സൈഡിൽ കേട്ടോ, അപ്പം ഇങ്ങനെ ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ മീൻ ഉണ്ടായില്ല കേട്ടോ, മീൻ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ മുരിങ്ങച്ചപ്പില കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതേ ചട്ടിയിൽ തന്നെ പിന്നെ ഉരുളക്കിഴങ്ങും വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ യാറാക്ക് സ്കൂളിലേക്ക് കൊണ്ട് ടൈം ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവക്കുള്ള ചോറെല്ലാം വിളമ്പി കൊടുത്തതിന് ശേഷം ഞാൻ വേഗം പോയിട്ടും ഉള്ളെല്ലാം തുടച്ചെടുക്കലാണ്. അങ്ങനെ ഉള്ളെല്ലാം തുടച്ചെടുത്തു കേട്ടോ. അതിനുശേഷം ഇനിയിപ്പോൾ കിച്ചൺ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം തുടച്ചെടുത്ത് കിച്ചൺ തുടക്കുന്നതിന് മുന്നേ രാത്രിക്ക് ബട്ടൂരിയാണ് കേട്ടോ. ബട്ടൂരും മട്ടൻ്റെ തല കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബട്ടൂരക്കെല്ലാം കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ബട്ടൂരക്കുള്ള മാവെല്ലാം റെഡിയാക്കി വെക്കലാണ്. അങ്ങനെ ബട്ടൂരക്കുള്ള മാവെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം റൈസ് കുക്കറിൽ വെക്കലാണ്. ചോറ് വാർത്തെടുക്കലാണ് കേട്ടോ. നല്ലപോലെ വെന്തിട്ടൊന്നുമില്ല, ചോറ് വാർത്തെടുത്തു. അതിന് ശേഷം ബട്ടൂരക്കുള്ള മാവ് റൈസ് കുക്കറിൽ വെക്കലാണ് കേട്ടോ.
അങ്ങനെ കിച്ചണത്തെ ക്ലീനിങ്ങും കാര്യമെല്ലാം കഴിഞ്ഞിട്ടാണ്. അതിനുശേഷം രാത്രിക്കുള്ള മട്ടൻ്റെ തല നല്ല പോലെ കട്ട് ആയിട്ടുണ്ട് കേട്ടോ. അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കലാണ്. അങ്ങനെ ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ചായക്ക് ഉള്ളി വജിയും ഈത്തപ്പഴപ്പം പൊരിച്ചതാണ് കേട്ടോ. അങ്ങനെ പിന്നെ രാത്രിക്ക് പിന്നെ ബട്ടൂരും ചിക്കൻ ഫ്രൈയും പിന്നെ മട്ടൻ്റെ തലക്കറിയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമായി തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോ കാണാം. അപ്പോഴേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.